Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസ് ആണ്. എക്സസൈസ് 3.1. ഓക്കെ, ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആക്ച്വലി 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദ ഫസ്റ്റ് വൺ ആൻഡ് സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ദ ഫോളോയിങ് പ്രോബ്ലംസ് ഫൈൻഡ് ദെയർ സൊല്യൂഷൻ ഗ്രാഫിക്കലി. ഗ്രാഫിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞത്. സോ നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇതിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഓക്കെ, സോ വേറെ നമുക്ക് മെത്തേഡ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് എലിമിനേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഏത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. 10 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10 took part in mathematics quiz. 10ാം ക്ലാസ്സിലെ 10 സ്റ്റുഡൻസ്. അപ്പോൾ ക്ലാസ്സിന്റെ ആകെ സ്ട്രെങ്ത് എത്രയാണ്, 10. took part in the mathematics quiz, ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. If the number of girls is far more than the number of boys. അപ്പോൾ ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിനേക്കാൾ 4 കൂടുതലാണ് ഓർ 4 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ആരാണ് കൂടുതൽ, ഗേൾസ് അല്ലേ കൂടുതലുള്ളത്. ഓക്കെ, ബോയ്സിന്റെ നമ്പർ കുറവാണ്. ഓക്കെ, മനസ്സിലുണ്ടായിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മൾ എന്താ കാണേണ്ടത്, നമ്പർ ഓഫ് ബോയ്സ്, 10ാം ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഗേൾസ് ടു പാർട്ട് ഇൻ ദ ക്വിസ്. ക്വിസിൽ പങ്കെടുത്ത ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം കണ്ടുപിടിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ലീനിയർ ഇക്വേഷൻസ് നമുക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോം ചെയ്യാം. ഓക്കെ, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വേരിയബിൾസിന് അപ്ലൈ ചെയ്യാം. ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ബോയ്സ് ഞാൻ y ആയിട്ട് എടുക്കുന്നു. നമ്പർ ഓഫ് ബോയ്സ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു, y. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഗേൾസ് ഞാൻ h ആയിട്ട് എടുക്കും. നമ്പർ ഓഫ് ഗേൾസ് ഞാൻ h ആയിട്ട് എടുക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്പർ ഓഫ് ബോയ്സ് y, നമ്പർ ഓഫ് ഗേൾസ് h. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x പ്ലസ് y എന്തായിരിക്കും, അതായത് നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 10 ആയിരിക്കില്ലേ. കാരണം ആ ഒരു ക്ലാസിന്റെ ടോട്ടൽ സ്ട്രെങ്ത് പറയുന്നത് എന്താണ്, 10 ആണ്. സോ എച്ച് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് പറയാം. ഓക്കെ, ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ലേ, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ അല്ലേ, ആണ്. കാരണം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, പവർ 1 ആണ്. സോ ഇതൊരു ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് നമുക്ക് എന്ത് ചെയ്തു, ആ ഒരു ഹിന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ സെന്റൻസ്, ഇഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 more than നമ്പർ ഓഫ് ബോയ്സ്. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിനേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് മൈനസ് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കില്ലേ. ഗേൾസിന്റെ നമ്പർ എന്ന് പറയുന്നത് ബോയ്സിന്റെ നമ്പറിനേക്കാൾ 4 കൂടുതലാണ്. അങ്ങനെ വെച്ചാൽ നമ്പർ ഓഫ് ഗേൾസ് മൈനസ് നമ്പർ ഓഫ് ബോയ്സ് പറയുന്നത് 4 അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് മൈനസ് നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. വാട്ട് ഈസ് നമ്പർ ഓഫ് ഗേൾസ്, എക്സ്. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് വാട്ട് ഈസ് നമ്പർ ഓഫ് ബോയ്സ്, വൈ ഈക്വൽ ടു 4 എന്ന് എഴുതി കൂടെ. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 2 നടക്കാം ഉണ്ടോ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ചെയ്തിട്ട് 2 ഇക്വേഷൻസ് ഉണ്ടാക്കി. ദ ഫസ്റ്റ് വൺ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10, ഇനി എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, 2 ലീനിയർ പെയർ ഓഫ് ഇക്വേഷൻസ് കിട്ടി. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്താൽ മതി, ഗ്രാഫിക്കലി സോൾവ് ചെയ്താൽ മതി. സോ നമ്മൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്, നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തു എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ബോക്സ് വരയ്ക്കുന്നു, എക്സും വൈ കോർഡിനേറ്റ്സ് എഴുതുന്നു. ഓക്കെ, എച്ച് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, വൈ ഇസ് ഈക്വൽ ടു 10 വരിക. കാരണം എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് വരും, 0 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10, വൈ ഇസ് ഈക്വൽ ടു 10 വരും. ഇനി വൈ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്ത് വരും, എക്സ് 10 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോയിന്റ്സ് എന്തായിരിക്കും അല്ലേ, 0 10ഉം അതുപോലെ തന്നെ 10 0യും. ഇതല്ലേ നമ്മുടെ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഗ്രാഫിൽ പോയിട്ട് വരയ്ക്കണം. ഓക്കെ, കാരണം നമുക്ക് 2 പോയിന്റ്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ലൈൻ വരയ്ക്കാമല്ലോ. ഓക്കെ, സോ ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ 0 10ഉം 10 0. ഇപ്പോൾ ഗ്രാഫിൽ ഞാൻ ആൾറെഡി വരച്ചിട്ടുള്ള ഒരു ഗ്രാഫ് എടുത്തിട്ടുള്ളത്. സോ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഗ്രാഫൊക്കെ വരയ്ക്കാന്ന് പറയുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിൽ. ഓക്കെ, സോ ആദ്യം നമുക്ക് എന്ത് വേണം, നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് 10 0. ഓക്കെ ഓക്കെ, ഫസ്റ്റ് നമുക്ക് 10 0 പ്ലോട്ട് ചെയ്യാം.
എവിടെ 10 0 എന്ന് വരുന്നത് അല്ലേ? ഇത് എക്സ് ആക്സിസ് ഡാഷ് ഡാഷ് വൈ വൈ ഡാഷ്. അപ്പൊ 10 0 അല്ലേ? ഫസ്റ്റത്തെ കോർഡിനേറ്റ് 10 ആണ്. സോ എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഓക്കെ, 10 0 ഇതാണ് എന്ത് 10 0 അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 0 10 ഏതാ? അണ്ടർസ്റ്റുഡ്. അത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ ഇതിനെ വേണമെങ്കിൽ ഈ പോയിന്റിന് ഞാൻ എ എന്ന് കൊടുത്തു, ഈ പോയിന്റിന് ഞാൻ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇതിൽ കുറെ പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിക്ക് എടുത്തപ്പോഴുള്ള ഇഷ്യൂസ് ആണ്. സോ അത് കിട്ടി. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് മൈനസ് വൈ നോക്കും. ഓക്കെ, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4. ഇതുപോലെ തന്നെ രണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യണം, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 നമ്മൾ ഫൈൻഡ് ചെയ്യണം. സോ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് വരക്കുന്നു, അതിൽ എക്സ് എടുക്കുന്നു, വൈ എടുക്കുന്നു. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 0 അതിന് വെച്ചാൽ വൈ എന്ത് വരും അല്ല, ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? 0 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, അതായത് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 4, ദെൻ വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും? -4. സോ നമ്മുടെ ആൻസർ എന്താണ്? -4. അപ്പൊ എക്സ് 0 ആവുമ്പോൾ വൈ എന്തായിട്ട് മാറും? -4 ആയിട്ട് മാറും. ഓക്കെ, അടുത്ത ഞാൻ വൈ ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്നത്. അപ്പൊ എക്സ് ആയിട്ട് എന്ത് കിട്ടും നോക്കാം. എക്സ് മൈനസ് 0 അല്ലെ, വൈക്ക് പകരം 0 കൊടുക്കാം. അപ്പൊ എക്സ് മൈനസ് 0 ഇസ് ഈക്വൽ ടു 4 വരും. എക്സ് ഇസ് ഈക്വൽ ടു 4 വരും. എക്സ് ഇസ് ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? 0 4 എന്നുള്ളതാ ഫസ്റ്റ് പോയിന്റ്. അല്ല 0 4 അല്ല, സോറി, 0 -4. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? 0 -4. ദ സെക്കൻഡ് വൺ 4 0. 4 0 അണ്ടർസ്റ്റുഡ് ആണ്. 0 4 ആൻഡ് 4 0. ഓക്കെ, അപ്പൊ ഇത് രണ്ടാണ്. ഇനി ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്ത് പ്ലോട്ട് ചെയ്യാം? 0 -4 പ്ലോട്ട് ചെയ്യാം. 0 -4. ഓക്കെ, ഇതിൽ ആക്ച്വലി ഇവരെന്ത് ചെയ്തിട്ടില്ല, ഇവർ വേറെ രണ്ട് പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യാണ്, 0 -4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിന്റെ താഴെയായിട്ടല്ലേ വരുന്നത്. സോ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇപ്പൊ ഇവിടെ എന്തുണ്ടാവും? -2 ഉണ്ടാവും, ഇവിടെ -4 ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 0 -4 ഇവിടെ ഇല്ല, 0 -4. ഓക്കെ, പിന്നെ ഞാൻ സി എന്ന് പറഞ്ഞ പോയിന്റ് ആക്കി എടുത്തു. ഇതിനെ എന്തെടുത്തു? സി. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടി. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഏത് വേണം? അതുപോലെ തന്നെ 4 0 അടുത്ത പോയിന്റ് ആണ്. 4 0. 4 0 ഇവിടെ വരിക എക്സിൽ 4 ഇട്ട്. ഓക്കെ, അപ്പോൾ 4 0 അടുത്ത പോയിന്റ്. എന്നിട്ട് ഇതൊന്ന് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ ജോയിൻ ചെയ്ത് വരക്കുമ്പോൾ ലൈൻ എന്ത് ചെയ്യും? ഇങ്ങനെ പോകും. ഓക്കെ, ലൈൻ ഇങ്ങനെ. ഓക്കെ, ലൈൻ ഇങ്ങനെ കിട്ടും. സോ അവർ വേറെ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്, നിങ്ങൾ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ രണ്ട് പോയിന്റ്സ് എടുത്താൽ. കാരണം 0 എടുക്കുന്ന എപ്പോഴും നമുക്ക് കൺവീനിയന്റ്. ഫസ്റ്റ് ഇതിന് 0 10, പിന്നെ അതുപോലെ തന്നെ 10 0. അപ്പോൾ നമ്മൾ ആ ലൈൻ എഴുതി, ലൈൻ വരച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ വരച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ എന്ത് ചെയ്യണം? ആ ലൈൻ ഇതുപോലെ എഴുതി വെക്കണം. ഓക്കെ, ഗ്രാഫിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്താണ് എക്സ് ആൻഡ് വൈ. സോ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? ഇപ്പൊ എ ബി സി കൊടുത്തു. അതുപോലെ തന്നെ ഈ പോയിന്റിന് താഴെ സി കൊടുത്തു, ഇവിടെ ഡി എന്ന് കൊടുക്കാം. അതുപോലെ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് നമ്മൾ ഇ എന്ന് കൊടുത്തു. ഓക്കെ, ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന്റെ എക്സ് ആൻഡ് വൈ ആദ്യം എക്സ് കാണാം. എക്സ് എങ്ങനെ കാണാം? നമ്മൾ എക്സ് ആക്സിസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കും അല്ലെ. അപ്പൊ എവിടെ കിട്ടുന്നത് അല്ലെ? 6-ന്റെയും 8-ന്റെയും ഇടയ്ക്കല്ലേ. സോ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇയുടെ 7 ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാണണം? വൈയുടെ കാണണം. അപ്പൊ എന്ത് ചെയ്യാം? വൈ ആക്സിസിലോട്ട് നമ്മളിങ്ങനെ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. ഇവിടെ ഇതപ്പോ 3 ആണ്. 2-ന്റെയും 4-ന്റെയും സെൻട്രൽ വരുന്ന 3. അപ്പൊ നമുക്ക് ഇ എന്ന് പറയുന്നതിന്റെ പോയിന്റ് കിട്ടി 7,3. അതാണ് എന്ത് പറയുന്നത്? ഇ എന്ന് പറഞ്ഞ പോയിന്റിനെ, അല്ലെങ്കിൽ ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് പറഞ്ഞാൽ രണ്ട് ലൈൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അതിന്റെ ആൻസർ എന്താണ്? 7,3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു 7, വൈ ഇസ് ഈക്വൽ ടു 3. നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 7, വൈ ഇസ് ഈക്വൽ ടു 3. വാട്ട് ഈസ് എക്സ്? ഇപ്പൊ ഇവിടുന്ന് എക്സ് ഇല്ലേ, എക്സ് കോർഡിനേറ്റ് എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നു, വൈ കോർഡിനേറ്റ് വൈനെ റെപ്രസെന്റ് ചെയ്യുന്നു. വാട്ട് ഈസ് എക്സ്? എക്സ് എന്തായിരുന്നു അല്ലെ? എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ഗേൾസ്. ദെൻ നമുക്ക് എഴുതാൻ പറ്റും നമ്പർ ഓഫ് ഗേൾസ് is equal to എത്ര എഴുതാൻ പറ്റും? 7. നമ്പർ ഓഫ് ബോയ്സ് is equal to 3 അല്ലെ. y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് ബോയ്സ്. സോ
നമ്മുടെ ആൻസർ എന്ത് വരുന്നത് നമ്പർ ഓഫ് ഗേൾസ് ഇസ് ഈക്വൽ ടു 7, നമ്പർ ഓഫ് ബോയ്സ് ഇസ് ഈക്വൽ ടു 3. അണ്ടർസ്റ്റുഡ് ആണോ മനസ്സിലായെന്ന് വിചാരിക്കും കേട്ടോ. ഇപ്പൊ നോക്കട്ടെ, ഗേൾസിനേക്കാൾ 4 കൂടുതലല്ലേ കണ്ടോ, ബോയ്സിനേക്കാൾ 3 + 4 7, അതുപോലെ തന്നെ ടോട്ടൽ 3 + 7 10. നമ്മൾ പറഞ്ഞുള്ള എല്ലാ കണ്ടീഷൻസും നിന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വൺ. ഓക്കെ, അടുത്ത നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ 2 നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിക്കാം. 5 pencils and 7 pens together cost ₹50. 5 പെൻസിലിനും 7 പെൻസിലിനും പാടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപ. ഓക്കെ, വേർ 7 pencils and 5 pencil together cost 46. Find the cost of 1 pencil and that of 1 pen. ഓക്കെ, അപ്പോൾ ഒരു 5 പെൻസിലിനും 7 പെൻസിലിനും രണ്ടും പാടെ കൂട്ടി കഴിഞ്ഞാൽ 50. അതുപോലെ തന്നെ 7 pencils and 5 pens are together cost 46. ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും എത്രയാണ് പ്രൈസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ അണ്ടർസ്റ്റുഡ് ആണല്ലോ. സോ നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിലൊരു അൺനോൺ തിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് അറിയാത്ത 2 കാര്യങ്ങൾ എന്താ, ഒന്നെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പെൻ. ഓക്കെ, ഫസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പെൻസിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ കോസ്റ്റ് ഓഫ് പെൻസിൽ ഞാൻ അത് എച്ച് ആയിട്ട് എടുക്കുന്നു. രണ്ടാമത്തെ ഞാൻ കോസ്റ്റ് ഓഫ് പെന്ന് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു പെൻസിലിന് ₹H ആണെന്നുണ്ടെങ്കിൽ 5 പെൻസിലിന് എത്ര കൊടുക്കേണ്ടി വരും? 5H. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു പെൻസിലിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ 5 പെൻസിലിന് എത്ര രൂപ വരും? 50 രൂപ വരും. അതുപോലെ ഒരു പെൻസിലിന് H ആണെങ്കിൽ 5 പെൻസിലിന് എത്ര വരും? ₹50 വരും. ഓക്കെ, അല്ല, ഒരു പെൻസിൽ H ആണെങ്കിൽ 5 പെൻസിലിന് 5H വരും. സോ ഫസ്റ്റ് സെന്റൻസ് 5 pencil and 7 pens together cost 50. അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ഒരു ലീനിയർ ഇക്വേഷനിലോട്ട് മാറ്റുന്നത്. 5 pens എന്ന് പറഞ്ഞാൽ എത്ര വരും അല്ലേ? 5H അല്ലേ? 5 പെൻസിന് എത്ര രൂപ വരും? 5H പ്ലസ് 7 pens. 7 പെന്നിന് എത്ര? ഒരു പെന്നിന് Y. അങ്ങനെ വെച്ചാൽ 7 പെൻസിന് എത്ര വരും? 7Y ഈക്വൽ ടു രണ്ടിനും പാടെ കൂടി കഴിഞ്ഞാൽ എത്ര വരും? 50. ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇക്വേഷൻ നമ്പർ 2 എങ്ങനെ? 7 പെൻസിലിന് എത്ര വരും? 7H. കാരണം 7H 7H. ഓക്കെ, പ്ലസ് 5 pens എന്ന് പറഞ്ഞാൽ 5Y ഈക്വൽ ടു 46. ഇതിന് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഫസ്റ്റ് വൺ 5H plus 7Y is equal to 50 and the second one 7H plus 5Y is equal to 46. ഇനി നമ്മൾ ഇതിനെ ഏതിലോട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മൾ ഇതിനെ ലൈൻ വരക്കണം ഇത് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 5H plus 7Y is equal to 50. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ എക്സും വൈയും പ്ലോട്ട് ചെയ്യുന്നു. സോ ഇപ്പൊ നമുക്ക് H is equal to 0 കൊടുക്കാം. H is equal to 0 ഇടുമ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ? 5 into 0 plus 7Y is equal to 50 വരും അല്ലേ? 5 into 0 ആണ് 0 ആണ്. സോ 7Y is equal to 50. Y is equal to 50/7 വരും. ഓക്കെ, Y is equal to 50/7. 50/7 എന്ന് പറഞ്ഞ അപ്രോക്സിമേറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7.14 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 7.14 ആണ്. ജസ്റ്റ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 7.14. ഓക്കെ, ഇനി രണ്ടാമത്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത്തത് Y is equal to 0 കൊടുക്കാം. Y 0 കൊടുക്കുമ്പോൾ വരും 5X plus 7 into 0 is equal to 15 വരും. 5H is equal to 50. H is equal to 50/5 is equal to 10 വരും. സോ നമുക്ക് 10 കിട്ടും. സോ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. അതുപോലെ ഏതൊക്കെയാണ് പോയിന്റ്സ്? ഓക്കെ, ഫസ്റ്റ് വൺ 0 7.14. The second one 10 0. ഓക്കെ, നമുക്ക് പോയിന്റ്സ് ഇവിടെ ജസ്റ്റ് എഴുതാം. 0 7.14. The second question 10 0. ഓക്കെ, ഇനി ഇതെങ്ങനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം? ഓക്കെ, ഞാൻ ഇവിടെ ഒരു പ്ലെയിൻ ഗ്രാഫ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ അതിൽ എന്ത് ചെയ്യുക? ആദ്യം നമ്പേഴ്സ് ഇതില്ല, ഇത് എക്സ് ആക്സിസ്, ഇത് എസ് ഡാഷ്, വൈ ഡാഷ്, സെൻട്രൽ ഒറിജിൻ. ഓക്കെ,
1 2 3 4 5 6 7 8 9 10. Okay, ഇങ്ങോട്ട് -1 -2 -3 -4 -5 -6 -7 -8 -9 -10. മുകളിലോട്ട് y ആക്സിസിൽ 1 2 3. ഓക്കെ, അപ്പോൾ നോക്കട്ടെ, നമ്മുടെ ഗ്രാഫിലോട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 0.714. 0 എക്സ് ആക്സിസിൽ എന്താ, എക്സ് എന്ന് പറയുന്നത് 0 ആണ്. സോ അത് എവിടെയായിരിക്കും പ്ലോട്ട് ഉണ്ടാവുക, ആ പോയിന്റ് എവിടെ ഉണ്ടാവുക, y ആക്സിസിലായിരിക്കും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, അപ്പോൾ തന്നെ ഓർത്താൽ അത് y ആക്സിസാണ്. എന്നിട്ട് അതിലത് 7.1. അപ്പോൾ എവിടെ ഏകദേശം 7 കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഏകദേശം ഇത് ഇവിടെ വരും. ഓക്കെ, ഞാൻ ഈ പോയിന്റിന് എ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ എന്ത് വരും, 0 7.14. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ, 10 0 അല്ലേ. എക്സ് എന്ന് പറയുന്നത് 10, ഞാൻ അതിന് ബി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുകയാണ്, 10 0. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് കിട്ടി. ഞാൻ ആ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജോയിൻ ചെയ്ത് വരക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഷേപ്സിൽ പോയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരാം. ഓക്കെ ഓക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഇക്വേഷന് എഴുതി കൊടുക്കുക. മുകളിൽ എന്ത് ചെയ്യുക, ഇക്വേഷൻ എഴുതി കൊടുക്കുക. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, 5x + 7y = 15. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് നമ്മൾ ഇതിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിച്ച് അതിൻ്റെ എന്ത് ചെയ്തു, നമ്മളതിൻ്റെ ഇക്വേഷനും ഫോം ചെയ്ത് നമ്മൾ ആ ലൈനിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, 7x + 5y = 46. ഓക്കെ, 5y = 46. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, h = 0 കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, h = 0 കൊടുക്കാം. സോ h = 0 കൊടുത്താൽ എന്ത് വരും, ഈ ഗ്രീനിൽ എഴുതുന്നതാണ്. സോ 7 × 0 + 5y = 46 എന്ന് വരും. 5y = 46, y = 46/5. 46/5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് 9.2. എന്താണ് വരുന്നത്, 9.2. ഓക്കെ, അപ്പോൾ h 0 ആകുമ്പോൾ y എന്ത് വരും, 9.2. ഓക്കെ, എല്ലാം കൂടെ ഇവിടെ എഴുതാൻ ഗ്യാപ്പില്ല. ഓക്കെ, സോ ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ് x y. അപ്പോൾ h = 0 ആകുമ്പോൾ y എന്ത് വരും, 9.2. ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം, y = 0 എടുക്കാം. എന്തെടുക്കാം, y = 0. y = 0 ആണെന്ന് വിചാരിക്കും. y = 0 ആണെങ്കിൽ എന്ത് വരും, 7 അല്ലേ, 7x + 5y = 46 അല്ല നമ്മുടെ ഇക്വേഷൻ. സോ y = 0, 7x അതുപോലെ തന്നെ ഉണ്ടാവും, പ്ലസ് 5 × 0 = 46. 7x = 46, h = 46/7. 46/7. 46/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് 6.57. 6.57. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ പോയിന്റ് y = 0 ആകുമ്പോൾ എന്ത് വരും, ആൻസർ 6.57. ഓക്കെ, നമ്മളിപ്പോൾ പോയിന്റ്സ് കിട്ടിയല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്? ഓക്കെ, ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ പോയിന്റ്സ് എന്ന് പറയുന്നത് 0.92. ദ സെക്കൻഡ് പറയുന്നത് 6.57. അണ്ടർസ്റ്റുഡ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. സോ ഞാൻ ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോറി ഇവിടെ 0 കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ 9.2. ഓക്കെ, അതെവിടെ വരും അല്ലേ, h = 0 എന്നപ്പോൾ തന്നെ എവിടെ നമ്മൾ ചെല്ലണം, y ആക്സിസിലാണ്. ഒരു 9.2 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. ഞാൻ അതിന് C എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് വരും 0 9.2 എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് 6.57 ആണ്. ഏകദേശം 6 7 സെൻറ്ററിൽ വരും. അതിനാണ് D എന്ന് പറഞ്ഞ പോയിന്റ് വിളിക്കുന്നത്. സോ അതിനാണ് 6.570. ഓക്കെ, അപ്പോൾ നമ്മുടെ h = 0 ആണെങ്കിൽ y ആക്സിസിലും അതുപോലെ തന്നെ y = 0 ആണെങ്കിൽ x ആക്സിസിലും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിയും ഡിയും എന്ന് പറഞ്ഞാൽ അനദർ 2 പോയിന്റ്സ് കിട്ടി. ഇനി എന്ത് ചെയ്യണം,
ആ രണ്ട് പോയിന്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കണം. സോ നമ്മൾ ഡ്രോയിൽ പോവുക, ഇതിൽ പോയിട്ട് നമ്മൾ ലൈൻസ് വരയ്ക്കും. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ലൈൻ എന്ത് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഞാനിതപ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എടുക്കണം. അപ്പോൾ ഇതാണ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതിന്റെ എക്സ് ആക്സിസ് എത്ര വരുന്നത്? താഴോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അതിനെ വേണമെങ്കിൽ ഇ എന്ന് വിളിക്കാം പോയിന്റിനെ. അപ്പോൾ താഴോട്ട് എടുക്കുമ്പോൾ എക്സ് ആക്സിസ് 3 കിട്ടി. അതുപോലെ തന്നെ അതിന്റെ വൈ കോർഡിനേറ്റ് എത്ര വരുന്നത്? 5. ഓക്കെ, അപ്പോൾ 3, 5 എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ് വരുന്നത്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഇസ് ഈക്വൽ ടു 5. എക്സ് ഇസ് ഈക്വൽ ടു 3, വൈ ഇസ് ഈക്വൽ ടു 5. ഗ്രാഫ് നേരെ കണ്ടോ? ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് എന്തായിരുന്നു എക്സ്? കോസ്റ്റ് ഓഫ് പെൻസിൽ ആയിരുന്നു അല്ലേ എക്സ്. അപ്പോൾ പെൻസിലിന്റെ കോസ്റ്റ് എത്രയാണ്? 3. വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് പെൻ? 5. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് ഓഫ് പെൻസിൽ. അതായിരുന്നില്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഞാനും ഒരുപാട് ഡിഫിക്കൽട്ട് കിട്ടി. ഇതിൽ ഇത്രയും ചെയ്യാനുള്ള ഒരു കറക്റ്റ് സ്പേസും ഇല്ല, ടെക്സ്റ്റ് ബുക്കും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കി, ഓൺ കമ്പയറിംഗ് the ratios a1 by a2, b1 by b2 and c1 by c2, find out the whether lines representing the following pair of linear equations intersect at a point are parallel or coincide. താഴെ കുറേ ലീനിയർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഏതൊക്കെ ചെക്ക് ചെയ്തിട്ട് a1 by a2, b1 by b2, c1 by c2 ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്, അതുപോലെ തന്നെ പാരലൽ, കോയിൻസൈഡ് എന്നൊക്കെ ഫൈൻഡ് ചെയ്യണം. സോ നമുക്കറിയാം അതിന് മുമ്പായിട്ട് നമുക്ക് ആ കണ്ടീഷൻസ് അറിയാം അല്ലേ. എപ്പോഴാണ് എ പോയിന്റ് ഉണ്ടാവുക? ഒരു പോയിന്റിൽ ഇൻസെർട്ട് ചെയ്യുക, അല്ലെങ്കിൽ യുണീക്ക് ആൻസർ എപ്പോഴാണ് ഉണ്ടാവുക? a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആകുമ്പോഴാണ്. ഓക്കെ, എപ്പോഴാണ് പാരലൽ ആവുന്നത്? a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. എപ്പോഴാ കോയിൻസൈഡ് ചെയ്യുക? കോയിൻസിഡന്റ് ലൈൻസ് എപ്പോഴാണ് വരുന്നത്? a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 3 കണ്ടീഷൻസ് അറിയാം, എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുന്നു. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷനെ 1ഉം അതുപോലെ തന്നെ ഇക്വേഷനെ 2 ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. സോ നമുക്ക് a1 ഇസ് ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷന്റെ a1 ഇസ് ഈക്വൽ ടു എന്തല്ലേ? a1 എന്തായിരുന്നു? a1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ജനറൽ ഫോം ഓഫ് എ ലീനിയർ ഇക്വേഷൻ എന്തായിരുന്നു? ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഓക്കെ, ax പ്ലസ് ഒക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. ax പ്ലസ് by പ്ലസ് c ഇസ് ഈക്വൽ ടു 0. a എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന്റെ കോയിഫിഷ്യന്റ്, b എന്ന് പറഞ്ഞാൽ എന്താ? വൈയുടെ കോയിഫിഷ്യന്റ്, c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ 1 ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ 1 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ വാട്ട് ഈസ് a1? എക്സിൻ അല്ലേ? ഇക്വേഷൻ 1ലെ a1 എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ 1ലെ എക്സിന്റെ കോയിഫിഷ്യന്റ്. അപ്പോൾ എത്ര? 5. വാട്ട് ഈസ് b1? b1 എത്ര? -4. 4ഉം 4 അല്ല, മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് c1? c1 എന്ന് പറഞ്ഞാൽ 8. കാണുന്നുണ്ടോ? c1 എന്ന് പറഞ്ഞാൽ 8. അതുപോലെ തന്നെ a2 ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? 7. അതായത് ഇക്വേഷൻ 2ലെ എക്സിന്റെ കോയിഫിഷ്യന്റ്. വാട്ട് ഈസ് b2? 6. വാട്ട് ഈസ് c2? -9. ഓക്കെ, അപ്പോൾ നമുക്ക് a1 ഫസ്റ്റത്തെ എന്ത് കിട്ടി? ഫസ്റ്റത്തിന്റെ എല്ലാം കിട്ടി. a1 കിട്ടി, b1 കിട്ടി. ഈ കമ്പയർ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം a1 by a2 ആണ്. a1 by a2 എന്ത് വരും? 5 by 7. വാട്ട് ഈസ് b1 by b2? -4 by 6. വാട്ട് ഈസ് c1 by c2? 8 by -9. ഓക്കെ, ഇവിടെ നമുക്ക് a1 by a2ഉം b1 by b2 നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. സോ ഏതാണ് കണ്ടീഷൻ? a1 by a2 ഇസ് ഈക്വൽ ടു b1 by b2 ഏതാണ് അല്ലേ? എ പോയിന്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഫസ്റ്റ് വൺ ആണ് ഇന്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The second one എന്താ? 9x plus
9x plus 3y plus 12 is equal to 0. ഓക്കെ, ഇത് നമ്മൾ അതുപോലെ തന്നെ a1 ഉം a2 ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. what is a1? a1 എന്ന് പറഞ്ഞാൽ 9. what is b1? b1 is equal to 3. okay, equation number 1, equation number 2. okay, a1 9, b1 എന്ന് പറയുന്നത് 3, c1 is equal to 12. അതുപോലെ തന്നെ a2 is equal to 18, b2 is equal to 6, അതുപോലെ തന്നെ c2 is equal to 24. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a1 by a2 എന്ത് വരും? a1 by a2 is equal to 9 by 18. 9 by 18. 9 by 18 നമുക്ക് സിംപ്ലിഫൈ ചെയ്തുകൂടെ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 by 2. അതുപോലെ തന്നെ b1 by b2 എന്താ? 3 by 6. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 by 2. what is c1 by c2 is equal to 12 by 24. okay, both നോമിനേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് വരും 1 by 2. അപ്പോൾ നോക്കണം, മൂന്ന് കേസിലും a1 by a2 is equal to b1 by b2 is equal to c1 by c2. മൂന്നും ഈക്വൽ ആണ്. a1 by a2 ഈക്വൽ ആണ്, b1 by b2 is equal ആണ്, c1 by c2 ഈക്വൽ ആണ്. സോ ഏത് ഇതായിട്ട് കമ്പയർ അല്ലേ? ഇതൊക്കെ തേർഡ് കണ്ടീഷൻ അല്ലേ? ദിസ് വൺ ആയിട്ടല്ലേ? ഇവിടെ അതിലുണ്ട് a1 by. അപ്പോൾ എന്ത് ചെയ്യും? കോഇൻസിഡന്റ് ലൈൻസ്. ഓക്കെ, ഇത് എന്ത് ചെയ്യും? കോഇൻസിഡന്റ്. ഓക്കെ, കോഇൻസിഡന്റ് ചെയ്യും. അപ്പോൾ ഇതെന്താണ്? കോഇൻസിഡന്റ് ആണ്. സോ കോഇൻസിഡന്റ്. അപ്പൊ രണ്ടാമത്തെ എന്താണ്? കോഇൻസിഡന്റ്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടാമത്തെ തീരുമാനമായല്ലോ. മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് മൂന്നാമത്തെ എടുക്കുക. ഇതിൽ എന്ത് വരും? a1 is equal to എത്ര വരും? പറഞ്ഞോ? 6, b1 -3, c1 10. what is the equation number 1? ആദ്യത്തെ equation number 1 ആയിട്ടും രണ്ടാമത്തെ. the second one ല് what is a2? 2. what is b2? -1. okay, b2 എന്ന് പറഞ്ഞാൽ എന്താണ്? -1. what is c2? 9. okay, so okay, ഇനി എന്ത് ചെയ്യാം? ഫസ്റ്റ് a1 by a2 ആണോ b1 by b2 ആണോ? അങ്ങനെ ഓരോന്നാണ്. ഫസ്റ്റ് വൺ a1 by a2, ബ്ലൂ കളറിലായതാ. a1 by a2. what is a1 by a2? 6 by 2 അല്ലേ? 6 by 2 എന്ന് പറഞ്ഞാൽ 3. 6ൽ എത്ര 2 ഉണ്ട്? 3. then the b1 by b2. what is b1 by b2? -3 by -1. മൈനസും മൈനസും ക്യാൻസൽ ആവും. then 3. the c1 by c2 is equal to 10 by 9. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് എന്താ മനസ്സിലാവുന്നത്? a1 by a2 എന്താ മനസ്സിലാവുന്നത്? എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? a1 by a2 is equal to b1 by b2 not equal to c1 by c2. not equal to. so the lines are parallel. the lines are parallel. the lines are. അപ്പോൾ തേർഡ് വൺ എന്താണ്? നമ്മുടെ ഏത് കണ്ടീഷൻ അനുസരിച്ചാണ് അല്ലേ? ഈ കണ്ടീഷൻ അല്ലേ? പാരലൽ ആവുന്ന കണ്ടീഷൻ അല്ലേ നമ്മൾ കിട്ടുന്നത്? so the third one parallel. okay, parallel lines ആയിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ, ഇതാണ് ഇക്വേഷൻ അല്ല, ഇതാണ് നമ്മുടെ എക്സസൈസ് 3.1 ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതെന്താണ് ഇത്രയും ഡിലേ ആയത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രാഫൊക്കെ വരച്ച് ഒരുപാട് ടൈം പോയി. ആക്ച്വലി ഇത്രയൊന്നും സമയം എടുക്കില്ല. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന് പിന്നെ കുഴപ്പമില്ല ഒന്നുകൂടെ. ഓക്കെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് തീർക്കാം. ബാക്കിയുള്ളതൊക്കെ കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. ഇത്രയും നമുക്ക് എഴുതാനും ഇതാനും വേണ്ട. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ദിസ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇത്രയുള്ളൂ ഡിസ്കസ് ചെയ്യാം. ബാക്കി മറ്റൊരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.